ADGP MR അജിത് കുമാറിന് RSS ബന്ധമുണ്ടെന്നത് വ്യാജ പ്രചരണമെന്ന് RSS വിശേഷാൽ സമ്പർക്ക് പ്രമുഖ A ജയകുമാർ. മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു. ഉത്തരവിൽ RSSനെ കുറിച്ച് പരാമർശമുണ്ടോ എന്നും ചോദ്യം. പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ. RSS വിശാൽ സമ്പർക്ക പ്രമുഖ A ജയകുമാർ ഫേസ്ബുക്കിലാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടത്. അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ ADGPക്കെതിരെ നടപടി വന്നതോടുകൂടി കേരളത്തിലെ വിവിധ മാധ്യമങ്ങളിൽ ഇടത് ചിന്തയുള്ള മാധ്യമങ്ങളൊക്കെ ഈ ADGP RSS കൂടിക്കാഴ്ച മൂലം MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഉത്തരവ് പുറത്തു വന്നതോടെ MR അജിത് കുമാറിനെ എതിരെ ഒരു നടപടിയുടെ സ്വരത്തിലുള്ള ഒരു പ്രവർത്തനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വന്നിരിക്കുന്നു. കാരണം അദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് അത് സാധാരണഗതിയിൽ കേരളത്തിൽ IAS IPS തലപ്പത്തുണ്ടാകുന്ന സ്ഥാനമാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ള ഒരു ഓർഡർ മാത്രമാണ് പുറത്തു വന്നത്. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷാ നടപടിയാണെന്നോ അല്ലെങ്കിൽ MR അജിത് കുമാറിന്റെ ഒരു സർക്കാർ ഒരു നടപടി സ്വീകരിക്കുന്നു എന്നുള്ള ഒരു സ്വരം പോലും ആ റിപ്പോർട്ടിലോ മറ്റ് പരാമർശങ്ങളിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊതു പ്രസ്താവനയോ ഒരു അച്ചടക്ക നടപടി എന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. അത് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ RSS ADGP ബന്ധത്തിൽ അല്ലെങ്കിൽ RSS ADGP കൂടിക്കാഴ്ചയിൽ നടപടി സ്വീകരിച്ചു എന്ന് മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത എപ്രകാരമാണ് ശരിയാവുക? ഇതൊരു അസത്യമായ വാർത്തയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അത് കുറച്ചു കാലമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഈ RSSൽ നിന്ന് പൊതുസമൂഹത്തെ അകറ്റി നിർത്താനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അകറ്റി നിർത്താനും ഒക്കെയുള്ള ഒരു ശ്രമം സംഘടിതമായി നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അജിത് കുമാറിന് ADGP പദവിയോ അദ്ദേഹത്തിന് ഉന്നത പദവികളോ IPS നൽകിയത് RSS അല്ല എന്നുള്ളതാണ്. അദ്ദേഹം RSSന്റെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളല്ല. അതോടൊപ്പം തന്നെ RSSന്റെ സഹയാത്രികനോ അല്ല എന്നും A ജയകുമാർ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്.